കുടുംബ ജീവിത ചിന്തകളിലൂടെയാണ് ഈ നാളുകളിൽ നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുക. കുടുംബത്തിൽ മർമ്മപ്രധാനമായ ഒന്നാണ് സാമീപ്യം. എന്താണ് സാമീപ്യം? സാമീപ്യം എന്ന് പറഞ്ഞാൽ 3 സാമീപ്യങ്ങൾ ദമ്പതികൾ തമ്മിൽ കൊടുക്കണം. 1 ശാരീരിക സാമീപ്യം, 2 മാനസിക സാമീപ്യം, 3 ആത്മീയ സാമീപ്യം. എന്താണ് ശാരീരിക സാമീപ്യം? പരമാവധി അടുത്ത് ഇരിക്കാൻ പഠിക്കണം. തിരക്കുള്ള ലോകമാണ്, ബിസി ഷെഡ്യൂളാണ്, ഒരുപക്ഷെ ഒരുമിച്ചിരിക്കാൻ സമയം കിട്ടാതെ വരാം. അങ്ങനെ വരുമ്പോൾ ഒരുമിച്ചിരുന്ന് വർത്തമാനം പറയാൻ സമയം കണ്ടെത്തണം. അതാണ് സാമീപ്യം. ക്ഷീണിച്ചു വന്നു, കിടക്കാൻ പോയി. ഒരു മുറി കിടന്നാലും ഒരു വർത്തമാനമില്ലാതെ 2 ഇരുമ്പ് കഷ്ണം പോലെ, കരിങ്കല്ല് പോലെ അങ്ങ് കിടന്നു പോയാൽ അവിടെ സാമീപ്യമില്ലല്ലോ. ആളുണ്ട്, പക്ഷെ സാമീപ്യമില്ല. സാമീപ്യം ഉണ്ടാകണോ? അടിതിരിക്കണം, വർത്തമാനം പറയണം. അന്ന് ജോലി സ്ഥലത്തുണ്ടായ ചെറിയ കാര്യം പോലും ഭാര്യയോട് പറയണം. ജോലി സ്ഥലത്തുണ്ടായ ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും ഭർത്താവിനോട് പറയണം. അങ്ങനെ പറഞ്ഞ് തീർത്ത് മനസ്സ് ഫ്രീ ആയിട്ട് കിടക്കാൻ പോകണം. അങ്ങനെ കിടക്കാൻ പോകുന്നതാണ് യഥാർത്ഥ സാമീപ്യം, ശാരീരിക സാമീപ്യം. രണ്ടാമത് ഒന്നുണ്ട്, അതിൽ വിളിക്കുന്ന വാക്കാണ് മാനസിക സാമീപ്യം. എന്താണ് മാനസിക സാമീപ്യം? എത്ര യാത്ര പോകുമ്പോഴും ഉള്ളിൽ ഭാര്യയുടെ മുഖം ഓർക്കുന്ന ഭർത്താവ്, എന്തു പണി ചെയ്യുമ്പോഴും ഉള്ളിൽ ഭർത്താവിൻ്റെ രൂപം ഓർക്കുന്ന ഭാര്യ. ഇത് മാനസിക സാമീപ്യം. എങ്ങോട്ട് തിരിയുമ്പോഴും ഭർത്താവ് മനസ്സിലുണ്ട്, ഭാര്യ മനസ്സിലുണ്ട്. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? ഭർത്താവിന് ജോലി സ്ഥലത്ത് ഒരു തലവേദന വന്നാൽ വീട്ടിലിരിക്കുന്ന ഭാര്യയ്ക്ക് ആ സമയത്ത് ഒരു തലവേദന. ഭാര്യയ്ക്ക് ദൂരയാത്രയിൽ ഒരു നെഞ്ചുവേദന വന്നു, ഓഫീസിൽ ജോലി ചെയ്യുന്ന ഭർത്താവിന് ആ സമയത്ത് ഒരു നെഞ്ചുവേദന. ഇതാണ് മാനസിക സാമീപ്യം എത്തിക്കുന്നൊരു സ്റ്റേജ്. 2 ധ്രുവങ്ങളിലല്ല, 2 ദേശങ്ങളിലല്ല, എവിടെയാണേലും മനസ്സിൽ ആ സമയത്ത് ഭാര്യ വരും, ഭർത്താവ് വരും. അത് മാനസിക സാമീപ്യം. 3 ആത്മീയ സാമീപ്യമുണ്ട്. എന്താ ആത്മീയ സാമീപ്യം? ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അത് ക്ഷേത്രത്തിൽ പോയാലും, അത് പള്ളിയിൽ പോയാലും, ദേവാലയത്തിൽ പോയാലും, എവിടെ പോയാലും ഒന്നിച്ചു പോകുന്നിടത്ത് ഒരുമിച്ചുള്ള പ്രാർത്ഥന. തിരിച്ച് സന്ധ്യാ പ്രാർത്ഥനകൾ ഒരുമിച്ച് നടത്തുന്നു. അങ്ങനെ നടത്തുമ്പോൾ ഒരു ആത്മീയ സാമീപ്യമായി. അങ്ങനെ കുറേ കഴിയുമ്പോൾ ഈ ശാരീരിക, മാനസിക, ആത്മീയ സാമീപ്യം കൊടുക്കുമ്പോൾ ദമ്പതികളുടെ ദേഹത്ത് ഒരു തരംഗം ഉയരും. ആ തരംഗത്തിൻ്റെ പേരാണ് ടെലപ്പതി. എന്താ ടെലപ്പതി? പെട്ടെന്ന് ജീവിത പങ്കാളിയുടെ ഒരു ചെറിയ ഫീലിംഗ് ആ നിമിഷം ഭാര്യയ്ക്ക് തിരിച്ചറിയാൻ പറ്റും. നടന്നു പോകുന്ന വഴിയിൽ കാലിൽ ഒരു മുള്ളു കൊണ്ടാൽ കാലിൽ നോക്കി പറയുമോ, കൊള്ളട്ടെ, എങ്ങനെ കൊള്ളട്ടെ, മുള്ളു മാത്രമല്ല മുള്ളാണിയും കുത്തി കയറട്ടെ. കൈ ഓടിച്ചെല്ലും, മുള്ളു വലിച്ചു വരും, മരുന്ന് വെച്ച് കേട്ടും. ഇതാണ് കുടുംബത്തിനും സംഭവിക്കുകയാണ്. ഭർത്താവിനൊരു മുറിവ് വന്നാൽ നീരട്ടെങ്ങനെ നീരട്ടെ, നീറ്റിയേക്കാ പോലെ നീരട്ടെ, എന്നെ നാറ്റിയ തന്നെ നീറ്റാനുള്ള സമയമായിരിക്കുന്നു, പറയാൻ പറ്റിയല്ലോ. ഭാര്യയ്ക്ക് ഒരു നൊമ്പരം വന്നാൽ കെട്ടി വന്ന കാലങ്ങളിൽ നീ ഒത്തിരി എന്നെ കണ്ണുനീര് കുടിപ്പിച്ചോളാം, അനുഭവിക്കടി, കൊടുത്താൽ കൊല്ലത്തും കിട്ടും. അങ്ങനെ ഭർത്താവിന് പറയാൻ പറ്റുമോ? ഇല്ല. ഭാര്യയുടെ കണ്ണ് നിറഞ്ഞോ, ഭർത്താവിൻ്റെ കണ്ണ് നിറയും. ഭർത്താവിൻ്റെ കണ്ണ് നിറഞ്ഞോ, ഭാര്യയുടെ കണ്ണ് നിറയും. ഉദാഹരണം, മെഴുകുതിരി. മെഴുകും തിരിയും 2 സ്ഥലത്തിരിക്കുമ്പോൾ പ്രശ്നമില്ല. പക്ഷേ അത് ഒരുമിച്ച് വരുമ്പോൾ മെഴുകുരുകിയാൽ തിരി കത്തും, തിരി കത്തിയാൽ മെഴുകുരുവും. ഭർത്താവ് കത്തിയാൽ ഭാര്യ ഉരുകും, ഭാര്യ ഉരുകിയാൽ ഭർത്താവ് കത്തും. ഇതാണ് മെഴുകുതിരി. ഇതാണ് ജീവിതം. ആയിരിക്കട്ടെ, സാമീപ്യം കൊടുക്കാം. ജീവിതത്തിൽ ആ സാമീപ്യം വഴി ഭർത്താവിനെ വീണ്ടെടുക്കാം, ഭാര്യയെ വീണ്ടെടുക്കാം, കുടുംബത്തെ വീണ്ടെടുക്കാം. നന്ദി, നമസ്കാരം.